കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഇപ്പോൾ വള്ളസദ്യ നടക്കുന്ന സമയമാണ്. നമ്മളും വള്ളസദ്യ കഴിക്കാൻ തന്നെയാണ് ക്ഷേത്രത്തിൽ പോയത്. പക്ഷേ നമ്മുടെ കൈവശം പാസ് ഇല്ലായിരുന്നു. വള്ളസദ്യ കഴിക്കണമെങ്കിൽ ഒരു പാസ് ആവശ്യമാണ്. അതില്ല എങ്കിൽ അവിടെ വള്ളസദ്യ നേർച്ച നടത്തുന്നവരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വള്ളക്കാരുടെ കയ്യിൽ നിന്നോ പാസ് വാങ്ങിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതത്ര കറക്റ്റായിട്ടുള്ള കാര്യമല്ല. പാസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ കഴിക്കാൻ പറ്റും, ചിലപ്പം കഴിക്കാൻ പറ്റില്ല. ഞങ്ങളവിടെ ചെന്ന ദിവസം 10 വള്ളക്കാരുടെ വള്ളസദ്യ നടക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് വള്ളസദ്യ കഴിക്കുന്നത്. സദ്യ തുടങ്ങുന്നതിന് മുമ്പും അവസാനിക്കുമ്പോഴും എല്ലാം ഭഗവാന്റെ സ്തുതികൾ പാടുന്നുണ്ട്. ഇലയിൽ ഓരോ കറികൾ വിളമ്പുമ്പോഴും ഭഗവാനെ സ്തുതിച്ച് പാട്ട് പാടിക്കൊണ്ടാണ് ഓരോ കറികളുടെയും പേര് ചൊല്ലി പാട്ട് പാടിക്കൊണ്ടാണ് വിളമ്പുന്നത്. ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നതും കഴിക്കുന്നതും. ഈ വള്ളസദ്യ കൊണ്ടുവരുന്നത് വള്ളങ്ങളെ പറയുന്ന പേരാണ് പള്ളിയോടങ്ങൾ. ഈ കാണുന്ന പള്ളിയോടങ്ങളിലാണ് വള്ളസദ്യയ്ക്ക് ആവശ്യമായത് കൊണ്ടുവരുന്നത്. ക്ഷേത്രത്തിൽ ആവശ്യത്തിലധികം തിരക്കുണ്ടായിരുന്നു. ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യ നടക്കുന്ന സമയം. ഇതിനുള്ളിൽ നമുക്ക് പാസ് ബുക്ക് ചെയ്യുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ വള്ളസദ്യ കഴിക്കാം. അതുമല്ലെങ്കിൽ നേർച്ചക്കാരുടെ സഹായമുണ്ടെങ്കിൽ നമുക്ക് വള്ളസദ്യ കഴിക്കാൻ പറ്റും. 11:30 മണി തൊട്ടാണ് വള്ളസദ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.